മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, കാരണം അവരെ എനിക്ക് അറിയാം. യേശു കൃത്യമായിട്ട് പറയുന്നു, നമ്മളൊക്കെ ജീവിക്കുന്നത് മനുഷ്യര് എന്ത് പറയുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, എന്നെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ എന്ന് ആലോചിച്ചാണ്, അത് കേൾക്കാൻ വേണ്ടി ദാഹിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ മനുഷ്യരെ വാക്ക് കേട്ട് ജീവിക്കില്ല കേട്ടോ. ഇവര് ഓരോ സമയം വരുമ്പോൾ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. 1000 നന്മകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ മതി കല്ലെടുത്തെറിയാൻ. 1000 നമ്മൾ നന്മകൾ ചെയ്തിട്ടുണ്ടാകും ഒരാൾക്ക്, എന്നാൽ ഒരു തെറ്റ് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തു പോയാൽ നമ്മളെ ഉപദ്രവിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം അറിയാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും ഒന്ന് മുകളിലേക്ക് തലയുയർത്തി ദൈവത്തിലേക്ക് നോക്കാം, ചോദിക്കുക, ദൈവമേ ഞാൻ ചെയ്തത് ശരിയാണോ, നീ എൻ്റെ കൂടെയുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മനുഷ്യൻ നമ്മുടെ കൂടെയുള്ളവരുടെ വാക്ക്, അവരുടെ പ്രോത്സാഹനം, അത് മാത്രമാകരുത് നമ്മളുടെ. മനുഷ്യൻ്റെ മഹത്വം അല്ല നമുക്ക് വേണ്ടത്, ദൈവം നമ്മൾ മഹത്വപ്പെടുത്തുന്നുണ്ടോ? പ്രാർത്ഥിക്കാം.